പരീക്ഷ അടുത്ത് വരുമ്പോൾ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടാകുമല്ലേ? എനിക്ക് ഫുൾ A+ കിട്ടുമോ? നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? എല്ലാ സബ്ജക്റ്റും എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? നിങ്ങൾക്ക് ഈ ചിന്തകളുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സിമ്പിളാണെങ്കിലും പവർഫുള്ളായ സ്റ്റഡി ടിപ്സാണ്. ഇവ ഫോളോ ചെയ്താൽ നിങ്ങളുടെ പഠന രീതിയും കോൺഫിഡൻസും മാറും. ടിപ്പ് 1, ഗോൾ സെറ്റിംഗ്. ആദ്യമായിട്ടുള്ള ഒരു കാര്യം, ഗോളില്ലാതെ പഠിക്കരുത് എന്നുള്ളതാണ്. എനിക്ക് പാസ്സായാൽ മതി എന്ന് പറയരുത്. എനിക്ക് 90% വേണം എന്ന് പറയും. ഫുൾ A+ വേണം എന്ന് തീരുമാനിക്കും. ഒരു ചെറിയ പേപ്പറിൽ നിങ്ങളുടെ ലക്ഷ്യം എഴുതി സ്റ്റഡി ടേബിളിന് മുമ്പിൽ ഒട്ടിക്കും. ഓരോ ദിവസവും അത് കാണുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഫോക്കസ് വരും. ടിപ്പ് 2, ടൈം ടേബിളാണ്. പഠിക്കാൻ സമയമുണ്ടായിരിക്കാം, പക്ഷേ പ്ലാൻ ഇല്ലെങ്കിൽ അത് വേസ്റ്റ് ആയിരിക്കാം. മോർണിംഗ് സമയം മനസ്സ് ഫ്രഷ് ആയിരിക്കും. അപ്പോൾ മാത്സ് അല്ലെങ്കിൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ പഠിക്കാം. ഈവനിങ് സമയം റിവിഷന് ഉപയോഗിക്കാം. 40 മുതൽ 50 മിനിറ്റ് വരെ പഠിക്കാം. 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഇത് സിമ്പിളാണെങ്കിലും വളരെ എഫക്റ്റീവായ ഒരു മെത്തേഡാണ്. 40 മുതൽ 50 മിനിറ്റ് വരെ തുടർച്ചയായി പഠിച്ച് 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ടിപ്പ് നമ്പർ 3, അണ്ടർസ്റ്റാൻഡ്, ഡോണ്ട് മഗപ്പ്. പല വിദ്യാർത്ഥികളും ചെയ്യുന്ന വലിയ തെറ്റ് എന്താണെന്ന് അറിയാമോ? മനസ്സിലാക്കാതെ മനപ്പാഠം. എക്സ്പെഷ്യലി സയൻസ് സബ്ജക്റ്റിൽ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ അത് മറക്കില്ല. എന്തുകൊണ്ട് എന്ന് ചോദിക്കൂ, എങ്ങനെ എന്ന് ചോദിക്കൂ. ആൻസർ മനസ്സിലാക്കിയാൽ എക്സാമിൽ ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. സോ അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുക, മനപ്പാഠമാക്കിയിട്ട് കാര്യമില്ല. ടിപ്പ് നമ്പർ 4, ഷോർട്ട് നോട്ട്സ്. ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ 2-3 പേജിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതി വയ്ക്കൂ. ഡെഫിനിഷൻസ്, ഫോർമുലാസ്, ഡേറ്റ്സ്, കീവേഡ്സ്. എക്സാമിന് മുമ്പ് മുഴുവൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ സമയം കിട്ടില്ല. ഷോർട്ട് നോട്ട്സ് ആണ് ലാസ്റ്റ് മിനിറ്റ്സ് ലൈഫ് സേവർ. ടിപ്പ് നമ്പർ 5, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഒരു സീക്രട്ട് പറയട്ടെ, SSLC എക്സാമിൽ പലപ്പോഴും ക്വസ്റ്റ്യൻ പാറ്റേൺ റിപ്പീറ്റ് ആവാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ പാറ്റേൺ മനസ്സിലാകും. ടൈം മാനേജ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യും, കോൺഫിഡൻസ് കൂടും. വീക്കിൽ കുറഞ്ഞത് ഒരു മോഡൽ എക്സാം അറ്റംപ്റ്റ് ചെയ്യൂ. ടിപ്പ് നമ്പർ 6, ഡെയിലി റിവിഷൻ ഇല്ലാതെ പഠനം കംപ്ലീറ്റ് ആകില്ല. ഇന്ന് പഠിച്ചത് നാളെ 10 മിനിറ്റ് റിവൈസ് ചെയ്യൂ. സൺഡേയിൽ വീക്കിൽ പഠിച്ചതെല്ലാം ക്വിക്ക് റിവിഷൻ ചെയ്യണം. റിവിഷനാണ് മെമ്മറി സ്ട്രോങ് ആക്കുന്നത്. ടിപ്പ് നമ്പർ 7, മൊബൈൽ ഡിസിപ്ലിൻ. മൊബൈലാണ് ഇന്നത്തെ ബിഗ്ഗസ്റ്റ് ഡിസ്ട്രാക്ഷൻ. 5 മിനിറ്റ് മാത്രം എന്ന് പറഞ്ഞ് എടുത്താൽ പോലും 30 മിനിറ്റ്സ് പോകും. സ്റ്റഡി സമയത്ത് ഫോൺ സൈലൻ്റ് ആക്കൂ. സോഷ്യൽ മീഡിയയ്ക്ക് സ്പെസിഫിക് സമയം ഫിക്സ് ചെയ്യൂ. 2 മുതൽ 3 മാസം വരെ ഫോക്കസ് ചെയ്താൽ ഫ്യൂച്ചർ സെക്യൂർ ആവും. ടിപ്പ് നമ്പർ 8, ആക്റ്റീവ് സ്റ്റഡി. പാസീവായി വായിക്കരുത്. റീഡ് ചെയ്ത ശേഷം ബുക്ക് അടച്ചു വെച്ച് സ്വന്തം വാക്കുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കൂ. സെൽഫ് ടെസ്റ്റ് ചെയ്യൂ, മൈൻഡ് മാപ്പ് വരയ്ക്കൂ. ആക്റ്റീവ് സ്റ്റഡി ചെയ്താൽ റിട്ടൻഷൻ ഡബിൾ ആവും. ടിപ്പ് നമ്പർ 9, ഹെൽത്ത് ആൻഡ് സ്ലീപ്പ്. ലേറ്റ് നൈറ്റ് പഠനം എല്ലാവർക്കും വർക്ക് ചെയ്യില്ല. 6 മുതൽ 7 മണിക്കൂർ വരെ ഉറക്കം വേണം. ഹെൽത്തി ഫുഡ് കഴിക്കണം, വെള്ളം കൂടുതൽ കുടിക്കണം. ഹെൽത്തി ബോഡി ആണെങ്കിൽ മൈൻഡ് ഷാർപ്പ് ആയിരിക്കും. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് നമ്പർ 10, ബിലീവ് ഇൻ യുവർ സെൽഫ്. അവസാനമായി സെൽഫ് കോൺഫിഡൻസ്. എനിക്ക് പറ്റില്ല എന്ന് ചിന്ത മാറ്റും. SSLC ഒരു വലിയ എക്സാമാണ്, പക്ഷെ അത് നിങ്ങൾക്ക് കഴിവ് തെളിയിക്കാനുള്ള അവസരം കൂടിയാണ്. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. SSLC റിലേറ്റഡ് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ ടാർഗറ്റ് മാർക്ക് കമൻറ്റ് ചെയ്യൂ. റിമെമ്പർ, യു ക്യാൻ ഡു ദിസ്.